അതേ പ്രൂഫ് മറ്റവൻ ഇതാക്കിയതും പെണ്ണിനെ കയറി പിടിച്ചുള്ള പ്രൂഫെല്ലാം ഉണ്ടല്ലോ. എടാ നമ്മൾ ഇന്ന് കൊടുത്ത പ്രൂഫിന്റെ അത്ര നിന്റെ പ്രൂഫ് ഇല്ലടാ മുത്തേ. നമ്മൾ ഇന്ന് ഇതാ പട്ട പ്രൂഫ് ഇതാ വേണോ? ഇനി ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയും ഇഷ്ടം പോലെ പ്രൂഫ് ഉണ്ട്. ഇനി നീ പ്രൂഫ് തെളിയിക്കെന്ന് പറഞ്ഞാൽ നീയാതെ പ്രൂഫിനെ അങ്ങ് അണ്ണാക്കൽ ഇട്ട് തരും നമ്മള്. കേട്ടാ ലിയ എന്ത് ലിയക്കല്ല എന്ത് ഈ ഇൽട്ട് എന്താ റോള്? ഒന്ന് പോയാട്ട മുത്തേ, ലിയക്കൊന്നും ഇൽട്ട് റോളില്ല കേട്ടാ. വെറുതെ ലിയനെ പേരും പറഞ്ഞ് ഓളെ ആടെ പോയിട്ട് ഓളെ ഫോളോ ചെയ്ത് ഞാൻ കാര്യം പറഞ്ഞ കഴിഞ്ഞ് ഞാൻ പറയാം. ലിയനെ ആക്കിയ ആൾക്കാരും അത് വേറെ അല്ല പറയണല്ല അത് പറയണമെന്നില്ല പറയണ. അപ്പോ റാംബോ മുത്തേ, നിന്നെ അടിക്കുന്ന ദേഷ്യമൊന്നുമില്ല ഞാൻ പറയുന്നത്. നീ എന്നെ അടിക്കുന്നോണ്ട് ഇതാക്കുന്നോണ്ടാന്ന് ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി. നീ പേടിത്തൊണ്ടരാന്ന് മനസ്സിലായി. നീ കാരണം ഗൈസ് ഇതിന്റെ ഉള്ളില് റാംബോ നമ്മള് ഭരിക്കും. പക്ഷെ നിങ്ങള് കാണുന്നത് റാംബോ ഭയങ്കര മാസവും ഞാനായിട്ടാണെങ്കിൽ ഷാജാങ്ക തന്തക്ക് ആക്കൂന്നല്ലേ പറഞ്ഞത്. ഷാജാങ്ക ഞാൻ നിങ്ങളെ വിളിച്ചതല്ല കേട്ടോ, അവൻ പറഞ്ഞ കാര്യം പറഞ്ഞത്. അപ്പോൾ ഷാജാങ്ക് വരുമ്പോൾ ഇവൻ ബാത്റൂമിൻ്റെ ആ ഒളിച്ചഞ്ച് സീറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം പേടിയുണ്ട്. എനിക്ക് എന്താ പറഞ്ഞാൽ ജിമ്മിൽ പോയി അവൻ്റെ തന്തം ഉണ്ട് ജിമ്മ് അതിൻ്റെ അടുത്ത്. ഫ്ലാറ്റ് ഏത് ഫ്ലാറ്റ്? ഒരു ഫ്ലാറ്റും ഇല്ല, ഒരു ജിമ്മും ഇല്ല. പേടിച്ചാടെ തൂറി നക്കി എന്ത് ക്രീം ബിസ്ക്കറ്റും ക്രീം പെന്നും നക്കും. അതേലും മോട്ടു പട്ടലും കണ്ടിരിക്കില്ല നീ നായിന്റെ മോന്റെ പണി ഈ റാംബോ എന്ന് പറഞ്ഞ. അപ്പൊ നല്ലോണം പറയുന്നില്ല. അപ്പൊ എന്റെ കാര്യങ്ങളും എല്ലാവരും അതേടാ ഷാജാൻ തന്നെ ഹീറോ, മൂപ്പർ തന്നെ പോളി, മൂപ്പർ തന്നെ മാസ്. കേട്ടില്ല? അല്ലാണ്ട് ഇവിടെ പേടിച്ച് നടക്കരുത്. എടാ പറയാൻ ധൈര്യം ഉണ്ട്, അത് ചെയ്യുന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം മാസം എടുക്കുക. കേട്ടടാ റാംബോ, ഇനിയിപ്പൊ നാളെ നീ മാസം എടുക്കുകയും നീ ഇവനെല്ലാം വെച്ചിട്ട് എടാ ആൾക്കാർക്ക് നമ്മള് നല്ലവരാണെന്നോ നമ്മള് പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സീനും കൂടി കാണിച്ചു നമ്മള് നല്ലവരാണെന്നൊന്നും പറയുന്നില്ല. ലൊട്ടൊന്നല്ല നിന്റെ ഇത് ഹെഡ്സെറ്റ് ഇതാക്ക്. അല്ല നിങ്ങൾക്ക് കേൾക്കാനില്ല. ഇതോടുകൂടി എന്റെ ആയ കേസ് മാസം ലൊട്ടൊന്നല്ല ഈ പറഞ്ഞ ഇത്. എന്താ നിങ്ങൾക്ക് കാര്യം അറിയണം, നമ്മള് മാത്രം തെറ്റുകാരല്ല. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയമെന്ന് കള്ളം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. ഈ പറഞ്ഞില്ലേ, ഇത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. നമ്മള് നല്ലവരല്ല, പക്ഷെ ഓനും നല്ലവനല്ല. അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. മനസ്സിലായോ? നമ്മളും നല്ലവനല്ല, ഓനും നല്ലതല്ല. പക്ഷെ ഓന്റെ അത്ര ചെറ്റത്തരും ഇതും നമ്മൾ ജീവിതത്തിൽ ചെയ്തില്ല. നമ്മളെ കൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതും. മനസ്സിലാവും? മതിയടാ, മതി. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. ബാക്കി സാധനങ്ങൾ കൊണ്ട് നാളെ വരാം. നാളെ കേക്കിലേക്ക്. ബൈ. ഗുഡ് നൈറ്റ്. ഒരു ശുഭരാത്രി പ്രതീക്ഷിക്കുന്നു. 10 ഗേൾസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്ന് പ്രൂഫ് കളക്ട് ചെയ്യാനുണ്ട്. പേര് മാറ്റുന്നുണ്ട്. ടാഗ് വിശ്വസിക്കുന്ന 10 പേര് നാളെ MRC പേര് മാറ്റിട്ട് കിടിലം പേരുമായിട്ട് വരും. 10 പേര് പൈസ ഉണ്ട്. വിശ്വസിക്കാനും ഓന്റെ പോയിന്റ് അറിയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പൈസയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഉള്ള സാധനങ്ങൾ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി നമ്മള് ഓനെ പോലെ നമുക്ക് എന്തെല്ലാം രീതിയിൽ ഇപ്പൊ ആദ്യം എടുത്ത് വീഡിയോ കാണിച്ചാൽ പോരെ. നമ്മളിത് പ്ലാൻഡ് അല്ല എന്നുള്ള കാര്യം ആർത്തന്നെ നിങ്ങൾക്ക് ഉറപ്പായ പോരെ. നമുക്കുള്ള ഓഡിയോസ് ഫാബ്രിക്കേറ്റഡ് എല്ലാ സാധനമായിട്ടും വരും. നിങ്ങ നോയിക്കോ, എഴുതി വെച്ചോ, നാളെ വരും. ഇതൊന്നും ഉണ്ടാവും, ഇത് എപ്പോഴും ഉണ്ടാവും. അത് കണ്ടോ? അങ്ങനെ നമ്മളെ തുണ്ട് വീഡിയോ നീ ഇറക്കിക്കോ, ഒരു മൈരൂലടാ. ആൾക്കാർക്ക് ഇത് 60%. ഇത് 60% ആയിനൊന്നൊക്കെ അറിയില്ല. ഇതാന്നുള്ളത് ഒരു 40% കുറച്ച് ബോംബ്. ബാക്കിയുള്ളത് നാളെ തരും. പ്ലാൻ ചെയ്ത് തന്നെ വന്നു തരണം. ഇതല്ല ഓൻ ചെയ്ത പോലെ തന്നെ വേൾഡ് കപ്പല്ലേ. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കേണ്ട ഇതാണ് വരുന്നത്. നാളെ ഇവര് വരട്ടെ, മറ്റന്നാൾ അതിന്റെ ഇപ്പറും ഉണ്ടാട്ടോ. ഇവന്റെ സ്വഭാവം കുറച്ച് ആൾക്കാരൊക്കെ അറിയണം. ബൈ ഗൈസ്, പറഞ്ഞോടാ. ഡബ്ല്യു ആണ് കൂടുതൽ. മനസ്സിലായി? ആൾക്കാർക്ക് സത്യം മനസ്സിലായി. 3 കൊല്ലമായിട്ട് പറ്റിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതും പറ്റിക്കപ്പെടാൻ വിചാരിച്ചു. പക്ഷേ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ മൂഞ്ചിട്ടുണ്ടാവും. ഇനി നാളെ ഇതിനെല്ലാം എന്തല്ലോ ഇതും കൊണ്ട് വരുമായിരിക്കും. ബെർട്ട് പിന്നെ ഞാൻ കൊണ്ടൻ അതിനുള്ള തെളിവ് നീ കാണിച്ചിട്ട് നീ ബാക്കി വർത്താനം പറഞ്ഞാൽ മതി കേട്ടോ. പറഞ്ഞ ആൾക്കാര് ബൈസെക്ഷൽ
ഡ്രഗ് തൊപ്പി അത് ആരാണ്? bisexual. ആ, നോക്ക്. കേട്ടാ? ശരി guys, അപ്പൊ തൊപ്പി ഇതെല്ലാം ആണിനെയും പെണ്ണിനെയും ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. അത് മതി, അത് മതി. ബോയ് ഫ്രണ്ട് ലല്ലുബി പണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടോ ബൈസെക്ഷൽ ആണെന്ന്. അത് ആരെ യൂസ് ചെയ്യുന്ന പറഞ്ഞ ഇപ്പൊ വിശ്വാസമായ വെറുതെ പറഞ്ഞല്ല. ഫുൾ സപ്പോർട്ട് നിങ്ങൾ ന്യൂട്രലിന്റെ കാര്യം പിന്നെ പറയാം. ന്യൂട്രലിലെ കേസ്